ആമേൻ. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയ ചില കാര്യങ്ങളാണ്, ഹാർവസ്റ്റിനകത്ത് സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഹാർവസ്റ്റ് ആർക്കുള്ളതാണ് എന്നുള്ളതാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ചു തുടങ്ങാൻ പോകുന്നത്. പക്ഷേ വ്യത്യസ്തമായ ചില ചിന്തകൾ, അതിനകത്ത് ചില വെളിപ്പാടുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇടുമ്പോഴത്തേക്കിന് നമ്മുടെ അതിൻ്റെ ചർച്ചിൻ്റെ അതിൻ്റെ യൂട്യൂബിന് ഇടുന്ന പേര് ഹാർവസ്റ്റ് എന്നുള്ള പേരിടാതെ സ്തോത്രം, അതിനകത്ത് തന്നെ ഞാൻ ഈ സൺഷിപ്പ്, പുത്രത്വം എന്നുള്ളൊരു മേഖലയ്ക്കകത്തോട്ടൊന്ന് കയറി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ നിങ്ങൾ കേട്ടെ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. 30-ാമത്തെ വാക്യം. 3 വേടുകൾ നമ്മളൊന്നിച്ച് പഠിക്കണം, ധ്യാനിക്കണം. അതിനകത്ത് ഭയങ്കരമായ വെളിപ്പാടുകളുണ്ട്, ദൂതുകളുണ്ട്, നമുക്ക് പ്രാപിക്കാനുള്ളതുണ്ട്. ഈ 8:30 മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ, ഒന്നുകൂടെ പറഞ്ഞേ, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ. നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഇവിടം വരെ എത്തി. തേജസ്കരണം ഇനി നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഇത് നമ്മൾക്ക് ഈ പേര് നമുക്കറിയത്തില്ല എങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ. ഈ ബൈബിള് പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ, അതായത് 66 പുസ്തകത്തിന്, എല്ലാ പുസ്തകത്തിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണെന്നറിയാം? ലേഖനങ്ങളുടെ രാജ്ഞി. ക്വിസ് മത്സരമാണ് അല്ല, എഫേസ്യ ലേഖനം. ലേഖനങ്ങളുടെ രാജാവ്, അതായത് തല, അതാണ് കൊലോസ്യ ലേഖനം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ബുക്കാണ് റോമാലേഖനം. പറഞ്ഞ ഹൃദയം, ഈ വേദപുസ്തകത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ബുക്കാണ് റോമാലേഖനം. ഒന്നും കൂടെ പറയാം, ഹൃദയമുള്ളവർക്ക് ജീവനില്ല. ഹൃദയത്തിൻ്റെ ഇടുപ്പ് നിൽക്കുമ്പോഴാണ് ജീവൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ റോമാലേഖനം ഹൃദയമാണെങ്കിൽ റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അതിൻ്റെ ഹാർട്ട് ബീറ്റാണ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല, അതിൻ്റെ ഹാർട്ട് ബീറ്റാണ് റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത്. റോമാലേഖനത്തിന് ഈ വേദപണ്ഡിതന്മാരും വേദശാസ്ത്രജ്ഞന്മാരും പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഹൃദയമാണ് റോമാലേഖനമെന്നും, റോമാലേഖനത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടുപ്പ്, ഹാർട്ട് ബീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന പേരാണ് 8-ാമത്തെ അധ്യായം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വിശുദ്ധ വേദപുസ്തകത്തെ റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായം. ഞാൻ ആരാണെന്ന്, ഞാൻ ഇന്നലെ എന്തായിരുന്നെന്ന്, ഇന്ന് ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന്, നാളെ ഞാൻ എന്താകുമെന്ന് വളരെ വ്യക്തമായി വെളിപ്പാടിൽ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായം. കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇതൊന്ന് നമ്മളിന്ന് കേൾക്കണം. നമ്മളിത് കേട്ടേ പറ്റത്തുള്ളൂ. വചനത്തെ നിങ്ങൾ കേട്ട് പഠിച്ചിട്ട് മുൻപോട്ട് പോയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ റോമാലേഖനത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാകുന്ന, ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റാകുന്ന ഈ 8-ാം അധ്യായം അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ ഞാനൊരു ഹോംവർക്ക് പോലെ പറയും, ഇതൊന്ന് വായിക്കുക. ഞാനിത് ഈ ഒരാഴ്ചയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെയും ഒരു തവണ വായിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെയും വീട്ടിൽ നിന്ന് ഒരു തവണ ഞാൻ വായിച്ചിട്ടാണ് നിൽക്കുന്നത്.
കഴിഞ്ഞ ആഴ്ചയിൽ എത്രയോ തവണ എൻ്റെ ബൈബിൾ വായനയിൽ മൊത്തം വേറൊരു പുസ്തകത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. ഈ 8-ാം അധ്യായം തന്നെ മാക്സിമം നിങ്ങൾ വരുന്ന ആഴ്ചയിൽ 8-ാം അധ്യായം ഒന്ന് വായിക്കാൻ. ഇനി അതൊരു കോപ്പിയടി പോലെ ആയിപ്പോവും. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ തീരുമാനിക്കുക, അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പുസ്തകം ഒന്ന് എഴുതി, ഈ അധ്യായം ഒന്ന് എഴുതാൻ കർത്താവ് എനിക്ക് കൃപ നൽകണമെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എഴുതുക. കർത്താവ് കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്തുമാത്രം എംബോസേഷൻ എഴുതിയിരിക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പം മുൻ നിയമനം, വിളി, നീതീകരണം, തേജസ്കരണം. മുൻ നിയമനം, വിളി, നീതീകരണം, തേജസ്കരണം. നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മളെല്ലാവരും സസ്പെൻസിൻ്റെ ആൾക്കാരാണ്. സസ്പെൻസ് കൊടുക്കുന്നവരാ. സസ്പെൻസ്. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ബർത്ത്ഡേ കണ്ടില്ലേ, രാത്രി കറക്റ്റ് 12-1 ആകുമ്പോൾ അല്ല 12 മണിയാകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ വിളിച്ചിട്ട് അല്ലെ അമ്മയെ വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സസ്പെൻസിൽ. അല്ലെങ്കിൽ നമുക്കെല്ലാം സസ്പെൻസ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെ മാനവജാതിക്ക് ദൈവം കൊടുത്ത സസ്പെൻസാണ് മുൻ നിയമനം എന്ന് പറയുന്നത്. ഞാനതിലേക്ക് കയറും, ഞാനതിലേക്ക് പ്രവേശിക്കും. എന്തായിരുന്നു സസ്പെൻസ്? അത് പിശാചിനൊരു ഭയങ്കര അടിയും മാനവജാതിക്കൊരു ഭയങ്കര രക്ഷയുമായിരുന്നു ആ സസ്പെൻസ്. ആ സസ്പെൻസാണ് യേശുക്രിസ്തു, മുൻ നിയമനം. നിങ്ങൾ നോക്കിയേ, ഈ 29-ാമത്തെ വാക്യം നമ്മളതാ വായിച്ചേ. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ എന്ന് വായിച്ച ആ വാക്ക്. തൻ്റെ പുത്രൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ വേടൊന്ന് തൊട്ടു. യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ്, ദൈവമാണെന്ന് പറയുമ്പം തന്നെ അദ്ദേഹം ആരാണ്? ഒന്ന് പറഞ്ഞേ. മൂത്ത. ആമേൻ. യേശുവെന്ന് പറയുന്നത്, യേശുക്രിസ്തു എന്ന് പറയുന്നത്, അവൻ രക്ഷപ്പെടാൻ ഒരൊറ്റ നാമമേ നമുക്കുള്ളൂ. ഏക നാമം യേശുവിൻ്റെ നാമമാണ്. അപ്പോൾ തന്നെ യേശു ആരാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വളരെ നമ്മുടെ ഏറ്റവും മൂത്ത ഒരു ബ്രദറാണ് യേശു ക്രിസ്തു. നോക്കിയേ, ഈ പിതാവായ ദൈവം ഇതെങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചേ? ബൈബിളിൻ്റെ കീ ഏതാണെന്നറിയോ? ബൈബിളിൻ്റെ കീവേഡ്, ഓരോ പുസ്തകത്തിനും കീവേഡ് ഉണ്ട്. ബൈബിളിൻ്റെ കീവേഡാണ് John 3:60. അല്ലൻ മൈക്ക് എടുത്ത് പറഞ്ഞു, അല്ലൻ കാണാൻ പറയുന്നു. മൈക്കില്ലാതെ പോയി. തൻ്റെ പറഞ്ഞു, For God gave his only son, so whoever believes in him shall not perish but have eternal life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നോക്കിക്കേ, അവിടെ നോക്കിക്കേ, പിതാവായ ദൈവം പറയുന്നു, യേശുക്രിസ്തു എനിക്ക് ആരാണ്? അപ്പം പറയുകയാണ്, യേശുക്രിസ്തു എനിക്ക് ആരാണ്? ഏകജാതൻ. സിസ്റ്റർ, ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അന്നല്ലേ ഏകജാതൻ? ഏകജാതയാണ് താണ്ടായിരിക്കുന്നത് സാറ, അല്ല സോറി, ഏഞ്ചൽ. ഫസ്റ്റ് ബോൺ അല്ല, ആകെ ഒന്നേ ഉള്ളൂ. ദൈവം നിങ്ങൾക്ക് തലമുറ തരട്ടെ കേട്ടോ. നിങ്ങൾക്ക് അതിനെ പിടിക്കാമെങ്കിൽ പിടിച്ചു, യേശുവിൻ്റെ നാമത്തിൽ തലമുറ ഒക്കെ വരട്ടെ. ഏകജാതൻ, only begotten son, ഏകജാതൻ. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് ബോൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രൊഫറ്റിക്കലി ഞങ്ങളത് പറയാണ്, ഇവിടെ ഫസ്റ്റ് ബോൺ ആകട്ടെ. പുള്ളിക്കാരൻ ചിരിക്കുന്നു, സിസ്റ്റർ ആണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ റോമാലേഖനത്തിൽ വന്നപ്പം 8:29, റോമർ 8:29, ഈ വേർഡല്ല പറഞ്ഞിരിക്കുന്നത്, ഏകജാതൻ എന്നുള്ള വാക്കല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ബോൺ എന്നാ. ഏകജാതൻ ആദ്യജാതനായി മാറി. ഹല്ലേലൂയ. ചേർന്നൊരിക്കൽ കൂടി ഹല്ലേലൂയ. രഞ്ജി ബ്രദറെ, കാര്യം മനസ്സിലാകുന്നു? യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായിരുന്നു. എന്നാൽ യേശുക്രിസ്തു, ആമേൻ, റോമാലേഖനം അതാ പറഞ്ഞ, നമ്മൾ പ്രസംഗം കേട്ടാൽ മനസ്സിലാകത്തില്ല. വെളിപ്പാടിൽ പൗലോസ് പറയുന്നു, അവൻ ഏകജാതൻ മാത്രമല്ല, അവൻ ആദ്യജാതനാണ് എന്ന് പറഞ്ഞാൽ വിൻസെന്റ് ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ആദ്യജാതൻ.
കണ്ടിരിക്കുന്നു. ആശേർ, അതിൻ്റെ അർത്ഥം ആശേർ, എൻ്റെ ആദ്യജാതൻ ആശേരാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറകോട്ട് അടുത്തതുണ്ടെന്നല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിന് ഒരു മുൻ നിയമനം നടത്തി? ദൈവം എന്തിന് ഒരു മുൻ നിയമനം നടത്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഏകജാതനിൽ നിന്നും ആദ്യജാതനിലേക്ക് പിതാവ് പുത്രനെ ചേഞ്ച് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ ഏദൻ തോട്ടത്തിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. ഒരു കാര്യം തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കണക്റ്റ് ആവും, എനിക്ക് നല്ല ഉറപ്പാണ്. ഇതിനകത്ത് ദൈവസഭ പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഏകജാതൻ ആദ്യജാതനായി. ശരി സിസ്റ്റർ, മനസ്സിലാവുന്നു? ഏകജാതൻ ആദ്യജാതനായി. എന്തിന്? അനേക സഹോദരന്മാരെ അവനെ ജനിപ്പിക്കേണ്ടതിന്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഏകജാതൻ, ഫസ്റ്റ് ബോൺ. ഇപ്പോൾ ഏകജാതൻ എന്ന് വിട്ടേ, ഈ ഫസ്റ്റ് ബോണിനെ വിളിച്ചേ. ഇപ്പോൾ ഇവർ HSCയിലോ ലോകത്തിൽ എവിടെയൊക്കെ പോയി എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ആകെയുള്ള പ്രതീക്ഷ അവൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങളും അവർക്ക് ലഭിക്കേണ്ട ഇൻഹെറിറ്റൻസ് എല്ലാം അത് സ്പ്ലിറ്റായി പോവുക. അല്ലേ? അബ്രഹാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ, എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ, ബൈബിൾ പഠിപ്പിക്കുന്നതിൽ വേൾഡിൽ ഏറ്റവും വലിയ 2 ധനവാന്മാരെ ബൈബിൾ കാണിക്കുന്നുണ്ട്. ഒന്ന് അബ്രഹാമും, 2 ഇയ്യോബുമായിരുന്നു ഏറ്റവും വലിയ ധനവാന്മാരുടെ ലിസ്റ്റിനകത്തുള്ള. അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ സമ്പാദിച്ചത് മുഴുവനും എൻ്റെ ഭൃത്യനായ, എൻ്റെ ചാർച്ചക്കാരനായ ഈ എലയാസാറിനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അബ്രഹാമേ, അത് നിന്റെ നിന്റെ ഭൃത്തിന് വേണ്ടിയുള്ളതല്ല, നിന്നിൽ നിന്നും തലമുറ ജനിക്കപ്പെടും. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇതെനിക്ക് എങ്ങനെ പറഞ്ഞ് ഇതിലേക്ക് കയറണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ 1-ാം വാക്യം തൊട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹാർട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പേഷ്യൻ്റ്, ഒരു ആക്സിഡൻറ്റ് കേസ് ഇവിടത്തേക്ക് എനിക്കറിയത്തില്ല. നാട്ടിലൊക്കെ ആദ്യം വന്ന് കയറി എമർജൻസി സർജറി അല്ല ചെയ്യുന്നേ. ആദ്യം കയറി അവന് മെഡിസിൻ അല്ല കൊടുക്കുന്നത്. ആദ്യം ഡോക്ടർ വന്നിട്ട് ഈ ബീറ്റ് ഉണ്ടെങ്കിൽ, ഇതുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ പറയുന്നു, ദൈവസഭയുടെ ഹാർട്ട് ബീറ്റ് 8-ാം അധ്യായമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ചർച്ചിനകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ അനുഗ്രഹിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് 8:1 എന്നെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ നേരത്തെ, അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്ററിന് മുമ്പ് കുറേ ഉപദേശം പറഞ്ഞല്ലോ, നേരെ ഇരിക്കണം, സമയത്ത് വരണം. അതൊക്കെ ചർച്ചിൻ്റെ ഭംഗിയാണ്. നീ സമയത്ത് വന്നില്ലെന്നും പറഞ്ഞ്, നേരെ ഇരുന്നില്ലെന്നും പറഞ്ഞ് എൻ്റെ കർത്താവ് ശിക്ഷിക്കത്തില്ല. ഈ ചർച്ചിനകത്തുനിന്ന് ഡെലിവറി ചെയ്യപ്പെടേണ്ടത് നമ്മളതാ വളരെ കെയർഫുള്ളായിട്ട് നിൽക്കുന്നേ. ഈ ചർച്ചിനകത്തുനിന്ന് പുറത്തോട്ട് പോകേണ്ടത് ശിക്ഷാവധിയുടെ, വേദനയുടെ, ശാപത്തിൻ്റെ ഒരു മെസ്സേജ് അല്ല പുറത്തോട്ട് പോകണ്ടേ. യേശു ക്രിസ്തു ഏകജാതനായിരുന്നവൻ ആദ്യജാതനായി മാറിയത് എന്തിനാണെന്നറിയാമോ? മാനവരാശിയുടെ സകല പാപങ്ങളെയും സകല ശാപങ്ങളെയും ഏറ്റുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും, നിങ്ങളെ വാ തുറന്ന് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട്, ഇന്ന് ഹോശാന ഞായറാഴ്ചയല്ലേ, ഞാൻ പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു വാക്കും കൂടെ ഞാൻ കടമെടുത്തിട്ട് ഞാൻ പറയാം. യേശു കർത്താവ് നേരത്തെ ഇത് കാണിച്ചപ്പോൾ എൻ്റെ അകത്തോട്ട് ഓടി വന്നൊരു ചിന്ത. സ്തോത്രം. യേശു കർത്താവ് കയറി വന്നത്, എങ്ങോട്ടാ കയറി, എങ്ങനെയാ വന്നെന്നറിയാമോ? കഴുതപ്പുറത്ത്. പറഞ്ഞേ, കഴുതപ്പുറത്ത് ചേർന്ന് പറഞ്ഞേ, കഴുതപ്പുറം എന്ന് പറഞ്ഞേ, കഴുത എന്ന് പറഞ്ഞേ, കഴുത. യേശു കർത്താവ് യാത്ര ചെയ്ത മൃഗം. ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവ് യാത്ര ചെയ്യേണ്ടത് എവിടെയാണ്? അത്യാവശ്യം കുതിരയിലാണ്.
ഇപ്പോൾ എൻട്രി നടക്കുന്നത് ഒരു രാജാവിൻ്റെ എൻട്രിയാണ് നടക്കുന്നത്. പക്ഷെ ബെറിനെ യേശു കർത്താവ് യാത്ര ചെയ്ത് കയറി വന്നത് ദൈവത്തേലാണെന്നറിയാമോ? കഴുതപ്പുറത്താണ്. ആദ്യം എൻ്റെ അകത്തോട്ട് വന്നൊരു ദൂത് ഞാൻ പറയാം. ആമേൻ. ദൈവിക വാഗ്ദത്തങ്ങളുള്ളവൻ, ഇതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. ഇതല്ല ഈ കഴുതപ്പുറത്ത് കയറിയത്. കഴുതപ്പുറത്ത് കയറിയത് ഒരു പ്രവചന നിവൃത്തി അല്ലേ? സക്കറിയ 9:9. സക്കറിയ 9:9 വേഗത്തിൽ വായിച്ച. സക്കറിയ 9:9. സീയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഈ ആരാ കയറി വരുന്നേ? നിങ്ങൾ എൻ്റെ കൂടെയില്ല. മറിയയുടെ മകൻ നല്ല എഴുതിയിരിക്കുന്നേ, ജോസഫിൻ്റെ മകൻ നല്ല എഴുതിയിരിക്കുന്നേ, തച്ചനായവൻ നല്ല എഴുതിയിരിക്കുന്നേ. രാജാവിൻ്റെ എൻട്രി ഉണ്ട്. രാജാവ് വരുന്നത് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയുമായി എന്ന് പറഞ്ഞാൽ വരുന്ന വരവ് തോറ്റിട്ട് വരുന്നവനല്ല, ജയാളിയായിട്ട് വരുന്ന രാജാവ് വരുന്ന വാഹനം കണ്ടോ? കഴുതപ്പുറത്ത്. ഹലോ, ഇതൊരു പ്രവചനമാണ്. മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ ഈ വാക്ക് എഴുതിയിട്ടുള്ളൂ. കഴുതപ്പുറത്തും കെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ബാക്കി എല്ലായിടത്തും എഴുതിയിരിക്കുന്ന കഴുതപ്പുറത്തെന്നും പറഞ്ഞ. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേൾക്കണ്ട, പക്ഷെ ഞാൻ എവിടെയോ കേട്ടു മറന്ന, ഞാൻ എവിടെയോ വായിച്ചത്. നിങ്ങൾ കേട്ടെ, യെരൂശലേമിൻ്റെ എൻഡ് വരെ, യെരൂശലേമിൻ്റെ അവിടം വരെ ചെറിയ കഴുതപ്പുറത്തും യെരൂശലേമിലേക്ക് എൻട്രി ചെയ്തപ്പോൾ മറ്റേ ആ വലിയ കഴുതയുടെ പുറത്ത് യേശു യാത്ര ചെയ്ത് ഞാൻ എവിടെയോ കേട്ടു. എങ്ങനെയോ ഞാൻ എൻ്റെ ഓർമ്മയിൽ പോട്ടെ. പക്ഷെ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. എന്താ ഇതിനകത്തുനിന്നൊരു ദൂത് പറയാനുള്ളത്? ഞാൻ ആവർത്തിച്ച് പറയാം. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം കഴുതപ്പുറത്ത് കയറുവാണെന്ന് പറഞ്ഞാൽ നീ കഴുതപ്പുറത്ത് നിന്നാലും അവിടെ ജയം തരുമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. യേശു വരുന്നത് ആരായിട്ടാണ് വരുന്നതെന്ന് വായിച്ചേ. ബെറിനെന്ന് വായിച്ചേ. യേശു വരുന്നത് തോറ്റവനായിട്ടല്ല വരുന്നത്, ജയശാലിയായവൻ വരികയാണ്. രാജാവായിട്ട് വരുന്നവനാണ്. രാജാവായിട്ട് വരുന്നവൻ എവിടെയാണ് വരുന്നത്? ജയിപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. നിൻ്റെ സിറ്റുവേഷൻസ് എന്തുമാകട്ടെ, നിൻ്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, സ്റ്റാറ്റസ് ഒന്നും നീ നോക്കരുത്. നിനക്ക് പറയാനൊന്നുമില്ലെങ്കിലും, കുതിരയൊന്നും കയറാനില്ലെങ്കിലും നീ രാജാവാണെന്ന് പറയാൻ എന്നോട് ദൈവാത്മാവ് ഭയങ്കരമായ നിലയിൽ പ്രസ്താവിക്കുന്നു. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ദൈവാത്മാവ് പറയുന്നു നീ കിങ്ങാണ്, നീ കിങ്ങാണ്. ഒന്നും കൂടെ ആവർത്തിക്കാം. ലോകത്തിലെ സകല ആൾക്കാരും രാജാവ് വരുന്നത് കുതിരപ്പുറത്താണെന്നുള്ള കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ തേണ്ടടാ വരുന്നു കഴുതപ്പുറത്ത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നീ കഴുതപ്പുറത്ത് വന്നാലും നീ രാജാവാണ്. ഇന്ന് പകൽ ആർക്കാ പിടിക്കാൻ പറ്റുന്നത്? 2026 നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, 2026 നിന്റെ കൈക്കകത്ത് ഒന്നുമില്ലെങ്കിലും ഈ വർഷം നീ രാജാവാകുമെന്ന് പ്രവചിച്ചാൽ അതിനാമേ പറയാൻ പറ്റുന്നവർ. ജയിക്കാൻ ഒരു സാധ്യതയുമില്ല, ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. വീട്ടിനകത്തും ജോലിയിടത്തും സമൂഹത്തും ജയിക്കാൻ ഒരു സാധ്യതയില്ലേലും നീ ജയാളിയാണെന്ന് പറഞ്ഞാൽ അതിനാമേ പറയാൻ പറ്റുന്നെങ്കിൽ ചേർന്ന് സഭയൊരാമേ പറഞ്ഞേ. ചില മുൻ നിയമനങ്ങളിനകത്ത് സംഭവിക്കട്ടെ. ചില മുൻ നിയമനങ്ങൾ നിന്റെ സിറ്റുവേഷൻസ് എന്താണെന്ന് ദൈവത്തിന് അറിയണ്ട, നിന്റെ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നീ അതിന് ആമേൻ പറഞ്ഞാൽ നിന്റെ സാഹചര്യങ്ങളെ തിരുത്തി. ആമേൻ. ചേർന്ന് ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആൾക്കാർ ശ്രദ്ധിക്കുന്ന എൻട്രി എന്ന് പറയുന്നത് ആമേൻ കുതിരയുടെ പുറത്ത് വരുന്ന രാജാവിനെ അവർക്ക് വേണ്ടേ. പക്ഷെ തേണ്ടട വരുന്നു കഴുതപ്പുറത്ത്. നിങ്ങൾ പറഞ്ഞേ, കുഞ്ഞുങ്ങളെ പറഞ്ഞേ, മൃഗങ്ങളിൽ ഏറ്റവും അപമാനിക്കപ്പെട്ട മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ വൈ? നീ ഇതൊരു കുതിരയാന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ഹാപ്പിയാണ്. നീ കുതിരയെ പോലെയാടാ. നീ കഴുതയാന്ന് പറഞ്ഞാലോ ഉള്ള ചിരി അങ്ങ് നഷ്ടപ്പെടും. അല്ല പറഞ്ഞേ,
അല്ലേ? ആമി, നീ കുതിരയാണ്, നീ ജയാളിയാന്ന് പറഞ്ഞാൽ നിനക്ക് ഭയങ്കര ഹാപ്പിയാ. നീ ഒരു ഡോങ്കിയാന്ന് പറഞ്ഞാലോ? അല്ലേ ഏഞ്ചല, നീ ഒരു ഡോങ്കിയാന്ന് പറഞ്ഞാലോ നീ ഹാപ്പിയാണോ? കഴുതയാ. ചിലരെ പണ്ട് ഞങ്ങൾ എൻ്റെ ടീച്ചറൊക്കെ വിളിച്ചിട്ടുണ്ട്, എടാ മരക്കഴുതെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പണ്ട് സ്കൂളിൽ. ശരിയാകുന്നില്ല, കണക്ക് കൂട്ടിയിട്ടൊന്നും ശരിയാകുന്നില്ല. എത്ര കൂട്ടിയാലും എനിക്ക് ഈ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ എന്നാ പറയുക, ശിഷ്ടം കൂട്ടാൻ എനിക്കറിയത്തില്ലായിരുന്നു. എപ്പോഴും തെറ്റും, ഹരിച്ചാലും ഗുണിച്ചാലും കാരിയോറോ. അതെനിക്ക് എന്നെക്കൊണ്ട് പിടികിട്ടത്തില്ല. അവസാനം എൻ്റെ ടീച്ചർ എൻ്റെ ഒരു ജീവൻ വെറും മരക്കഴുതയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവൻ ഭയങ്കര, ഈ കഴുതയെന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ എക്സലൻ്റ് ആണെന്നാണോ? നോ. എന്തൊക്കെയോ കാരണത്താൽ ലോകം മുഴുവനും കഴുതയെ കാണുന്നത് അങ്ങനെയാണ്. പിന്നെ കുറേ ഭാരം ചുമക്കാൻ കഴുതയെ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഭാരം ചുമക്കാൻ മാത്രം. 2, കഴുതയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ അതിനെ ചികിത്സിക്കത്തില്ല. അതിനെ പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി താഴ്വരയെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അതിനെ കൊല്ലുന്നതെന്നറിയാമോ? കഴുത്ത് ഒടിച്ചിട്ട് അതിനെ കൊന്നുകളയും. അന്നത്തെ കാലത്ത് അതായിരുന്നു. 1 ഭാരം ചുമക്കും, 2 ഈ അതിനെന്തെങ്കിലും ഒരു അപകടമോ ആക്സിഡൻറ്റോ പറ്റിയാൽ അതിനെ ശുശ്രൂഷിക്കാനൊന്നും അതിൻ്റെ യജമാനന് പറ്റത്തില്ല. അതിനെ എന്ത് ചെയ്യുമെന്നറിയാമോ? പിടിച്ച് അതിൻ്റെ പെടലി പിടിച്ച് ഒടിച്ചിട്ട് അതിനെ കൊന്നുകളഞ്ഞ് താഴ്വരെ തള്ളുന്നതായിരുന്നു കഴുത. പക്ഷേ ഇന്ന് പകൽക്കാലം തമ്പുരാൻ പറയുക, സാധ്യതകളൊന്നും നിൻ്റെ മുമ്പിലില്ലെങ്കിലും നിന്നെ ജയാളിയാക്കി മാറ്റാൻ രാജാവ് നിൻ്റെ മേൽ കയറിയിട്ടുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, മരക്കഴുതിയായി എൻ്റെ അകത്തേക്ക് രാജാവ് കയറാൻ കാരണമായി തീർന്നതാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലും പറയാനുള്ള സാധ്യത. സഭയൊന്ന് പറഞ്ഞേ, ഒരു കഴിവില്ലാത്ത എന്നെ കഴിവുള്ളവനാക്കി മാറ്റിയത് എന്താണെന്നറിയാമോ? എൻ്റെ വായനാശീലമല്ല, ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതല്ല, മറിച്ച് കഴുതിയായവനിലേക്ക് പ്രവേശിച്ച ഒരു യേശുവുണ്ട്. എൻ്റെ കഴിവിനാൽ ഞാനിവിടെ വന്നെന്ന് ആരാ പറയുന്നത്? നോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാനൊരൊറ്റ വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ ഈ മുൻനിയമനം എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പം ഈ പ്രവചന വാക്കിൽ പറഞ്ഞാൽ, അതായത് സക്കറിയ 9:9 പറഞ്ഞാൽ, ബാക്കി എല്ലാ പുസ്തകത്തിനകത്തും കഴുതക്കുട്ടിയുടെ പുറത്തുനിന്നാണ്. ഈ മത്തായി സുവിശേഷത്തിനകത്ത് മാത്രമേ ഉള്ളൂ കഴുതയും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വന്നെന്നുള്ളത്. നോർമലി ഈ കഴുത യാത്ര ചെയ്യുന്ന വഴി നിങ്ങൾ കേട്ടെ, കഴുത യാത്ര ചെയ്യുന്ന വഴി കോമൺ വഴിയാണ്, ഭാരം ചുമക്കാൻ വേണ്ടി മാത്രം പോകുന്ന വഴിയാണ്. അന്നേരമാണ് യേശു എന്ത് ചെയ്തേ? ഒരു കഴുതയുടെ പുറത്ത്. ഇതിനകത്ത് ഈ യഹൂദന്മാരുടെ ഒരു ചരിത്രമുണ്ട്. കഴുതനെ കെട്ടിയിടത്തില്ല. യജമാനന് പ്രയോജനമില്ലാത്തതിനെ കൊണ്ടുപോയി പുറത്ത് കെട്ടിയിടും. വെള്ളം കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കാതെ കെട്ടിയിടും. അഴിക്കാൻ പറഞ്ഞു വിട്ട ശിഷ്യന്മാർ ചെല്ലുമ്പം അതങ്ങനെയാ. ആരെങ്കിലും അഴിക്കാൻ വന്നാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ്, ഇതിൻ്റെ റീസൺ എന്നാന്ന്. പക്ഷേ ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞേ, 2026 കെട്ടപ്പെട്ട ചില കഴുതകളെ അഴിച്ചു കൊണ്ടുവരാനുള്ള നിയോഗം എൻ്റെ മേൽ ദൈവം തന്നിട്ടുണ്ടെന്ന് പറയാൻ ഇതിനകത്ത് ത്രാണിയുണ്ടെങ്കിൽ വാ തുറന്ന് പറ. നിൻ്റെ ഹോസ്പിറ്റലിനകത്ത്, നിൻ്റെ ജോലിയിടത്ത്, നിൻ്റെ സമൂഹത്തിൽ, നീ താമസിക്കുന്ന ഫ്ലാറ്റിൽ, നിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ അഴിച്ചുകൊണ്ട് വരാനുള്ള നിയോഗങ്ങൾ. ആമേൻ. ചിലതിനെ അഴിച്ചോണം ഈ വർഷം, ചിലതിനൊക്കെ അൺലോക്ക് ചെയ്തോണം, ചിലതിനൊക്കെ അഴിച്ചെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് കരങ്ങൾ ഉയർത്തി പറ, ഈ 2026 എന്നെ കൊണ്ട് ദൈവം ചിലതിനെ അൺലോക്ക് ചെയ്യിപ്പിക്കും. താങ്ക് യു ജീസസ്. കോമണായിട്ട് എൻ്റെ ഒരു ചിന്തയെ പറയാവേ. കോമണായിട്ട് കഴുതയും കൊണ്ട് എപ്പോഴും പോകുന്ന ഒരു വഴി മാർക്കറ്റിലേക്ക് പോയി ചുമടെടുത്തുകൊണ്ട് തിരിച്ചു വരും. ഇവന് കണ്ണടച്ച് പോകാൻ അറിയാവുന്നൊരു വഴിയാണ്. ഉദാഹരണമാണ് മാർക്കറ്റ്. ചുമടെടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയാണ്? മാർക്കറ്റിൽ പോവുക, ചുമടെടുക്കുക, തിരിച്ചു വരിക, ചന്തയിൽ പോവുക. കഴുതയുടെ പുറത്ത് കയറും. കഴുതയെ വിളിക്കുമ്പോഴേ അറിയാം ഇതെങ്ങോട്ടുള്ള വണ്ടിയാണ്,
മാർക്കറ്റിലേക്കുള്ള വണ്ടിയാണ്. ഒന്ന് കേട്ടെ, ഇത് എങ്ങോട്ടുള്ള വണ്ടിയാണ്? ഇത് മാർക്കറ്റിലേക്കുള്ള വണ്ടിയാണ്. പക്ഷേ യേശു കഴുതയുടെ പുറത്ത് കയറിയപ്പം ഇവൻ റൂട്ട് നേരെ കഴുതയ്ക്ക് അറിയത്തില്ലല്ലോ എങ്ങോട്ടാണ് പോകണ്ടെന്ന്. റൂട്ട് നേരെ മാർക്കറ്റിനകത്തോട്ട് കയറ്റി. പക്ഷേ റീറൂട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഒരു ചിന്തയെ ഞാൻ പറയാം. ഈ കൊച്ചു കഴുത അമ്മയോട് പറയാം, അമ്മേ നമ്മുടെ വഴി മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെപ്പോഴും എങ്ങോട്ടാണ് പോകുന്നത്? ഭാരം ചുമക്കാനാണ്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? വേറെ റൂട്ടിലേക്കാണ്. രാജാവ് എന്നുള്ളതല്ല. ഇപ്പം നേരെ മാറിയിട്ട് ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? യെരുശലേമിലേക്ക് കയറുക. റൂട്ട് മാറുക, യെരുശലേമിലേക്ക് തിരിച്ചു കയറുക. ബിയുലെ, ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. കർത്താവ് നിൻ്റെ മേൽ കയറിയാൽ നീ പോലും അറിയാതെ ദൈവം നിൻ്റെ റൂട്ട് തീരുമാനിക്കും. ഓ റാബാ കാറ്റം, നിൻ്റെ തലമുറകളുടെ റൂട്ടിനെ എൻ്റെ കർത്താവ് ഡിസൈൻ ചെയ്യട്ടെ. കർത്താവ് ഡിസൈൻ ചെയ്താൽ ഏറ്റവും ഭംഗിയാണ്. തമ്പുരാൻ ഡിസൈൻ ചെയ്താൽ ഏറ്റവും അനുഗ്രഹമാണ്. നീ എത്ര രോഗിയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ നീ കുരുക്കപ്പെട്ടിരിക്കുന്നിടത്തുനിന്ന് ദൈവം നിന്നെ ഡിസൈൻ ചെയ്ത്, എനിക്കറിയത്തില്ല, ഞാൻ ഈ ഒരു വാക്ക് പ്രൊഫറ്റിക്കലി ഞാനിപ്പം കൈമാറാം. ചിലവരെ ഫിനാൻസ് കൊണ്ട് കുരുക്കിയിട്ടിരിക്കുന്നു, ചിലവരെ രോഗം കൊണ്ട് കുരുക്കിയിട്ടിരിക്കുന്നു, ചിലരെ ജോലി കൊണ്ട് കുരുക്കിയിട്ടിരിക്കുന്നു, ചിലരെ പല പല പ്രശ്നങ്ങളാൽ കുരുക്കിയിട്ടിരിക്കുന്നു, ചിലരെ ആകുല ചിന്തയാൽ കുരുക്കിയിട്ടിരിക്കുന്നു. എന്നാൽ ഈ തിരുവചനം എടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, രാജാതി രാജാവ് നിന്റെ മേൽ വാഹനമേറിയാൽ സകല കുരുക്കുകളും അഴിയും. ഇതൊരു മുൻ നിയമനമാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒറ്റ വാക്കും കൂടെ. ആലയത്തിൽ കയറിയിട്ടുള്ള മൃഗങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? ആലയത്തിൽ കയറിയിട്ടുള്ള കോമൺ ആയിട്ടിരിക്കുന്ന 2-3 മൃഗങ്ങൾ. ഡോങ്കിയോ, ലാംബ്, പ്രാവ്, കാള, പശു. ഇതിനൊക്കെയോ എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യമാണ്. ഇതിനൊക്കെ ആലയത്തിലേക്ക് കയറാൻ പെർമിഷനുള്ളൂ. ഈ കാള കയറുമ്പോഴും കുഞ്ഞാട് കയറുമ്പോഴും പ്രാവിനെ കൊണ്ട് പോകുമ്പോഴും ഒക്കെ ഈ കഴുതയ്ക്കൊരു കൊതിയായിരിക്കും, എന്നായിരിക്കും അതിനകത്തൊരു കയറുന്നത്. പക്ഷേ ആ വഴിയെ കണ്ടാൽ കല്ലെറിഞ്ഞു ഓടിക്കും. പക്ഷേ കയറേണ്ടവൻ കയറിയപ്പം എനിക്കറിയാം, ഇതൊരു സാധാ മെസ്സേജാണ്. ഒരു വലിയ 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 ആഴമേറിയ കാര്യമല്ല. പക്ഷേ ഞാൻ ആത്മാവിൽ പറയുന്നു, നിൻ്റെ ഡെസ്റ്റിനി എൻ്റെ ദൈവം തീരുമാനിക്കും. നിന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ബ്ലൂ പ്രിൻ്റ് നീ ജനിക്കുന്നതിന് മുമ്പേ, അതാ മുൻനിർണയം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയുന്നു, അതാണ് മുൻനിർണയം. നീ ജനിക്കുന്നതിന് മുമ്പ് ബിനോച്ചാൻ എന്തായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ബെറിനെ നിനക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ ഏതൊക്കെ രീതിയിൽ നിന്നെന്ന് പറഞ്ഞാൽ, ജോബോന് നീ ഏതൊക്കെ രീതിയിൽ ഓടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് ദൈവം പറഞ്ഞ വഴിയിലേ പോകാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ് എൻ്റെ ലൈഫിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആറയിലിരിക്കുന്നേ, എൻ്റെ കൈ പോലും ഇല്ല. നാളെ എന്താകുമെന്ന് വല്ല അറിവുണ്ടോ? അല്ല, ഇപ്പം മണി 12, 1:40, 2:10 എന്താകുമെന്ന് വല്ല അറിവുണ്ടോ? പക്ഷെ എൻ്റെ ദൈവം ഞാൻ ആരാണെന്ന് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെയും അമ്മയും തിരഞ്ഞെടുത്തതല്ല. ദൈവമാണ് ജോമോനെ ഇവരിലൂടെ പുറത്തു വരുത്തണമെന്ന് തമ്പുരാനാണ് തിരഞ്ഞെടുത്തത്. നിന്റെ ജനനം മുതൽ നിന്റെ ഒടുക്കത്തെ നിമിഷം വരെയും ദൈവത്തിൻ്റെ ബ്ലൂ പ്രിന്റിനകത്താണ്. ആമേൻ പറയാവോ? ഇന്നത്തെ എൻ്റെ എല്ലാ സാഹചര്യത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഹിഡൻ പദ്ധതികൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊന്നും കൂടെ ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ പോകുന്ന സകല സാഹചര്യത്തിൻ്റെയും പിന്നിൽ അത് നന്മയാകാം തിന്മയാകാം എന്തുമാകാം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല കാര്യങ്ങളെ മുൻപിൽ ദൈവത്തിൻ്റെ ശുഭകരമായൊരു പദ്ധതി. പറഞ്ഞ എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കുള്ളവയല്ല, അത് നന്മയ്ക്കുള്ളതാണ്. പ്രവചനത്തിനകത്ത വാക്കാ അല്ലേ? നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തിനുള്ളതാണ്? തിന്മയ്ക്കുള്ളതല്ല. ചേർന്ന് പറഞ്ഞ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. ബെർണേന്ന് വാ തുറന്ന് പറഞ്ഞ് എല്ലാം നന്മയ്ക്കായി. ആമേൻ. എല്ലാം എന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് കര ഉയർത്തി പറഞ്ഞ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം നന്മയ്ക്കായി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നിന്റെ ജീവിതത്തിൽ വന്ന തോൽവി പറ. ഇന്നലെ നിന്റെ ജീവിതത്തിൽ വന്ന തോൽവി
നന്മയ്ക്ക്. ഇന്നലെ നിന്റെ ജീവിതത്തിൽ വന്ന സങ്കടം നന്മയ്ക്ക്. ഇന്നലെ നിന്റെ ജീവിതത്തിൽ വന്ന ബ്ലെസ്സിങ് നന്മയ്ക്ക്. ആ പ്രശ്നം നന്മയ്ക്ക്. എല്ലാം നന്മയ്ക്ക്. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നന്മയ്ക്ക്. പിശാച, നീ ഓർത്തു ആ തോൽവി വന്നപ്പോൾ ജോബോന്റെ തല താഴുമെന്ന്. ഇല്ല ഇല്ല ഇല്ല, ആ തോൽവിയും നന്മയ്ക്കാണ്. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ ലൈഫിൻ്റെ ബ്ലൂ പ്രിന്റ് പപ്പാടെ കയ്യിലില്ല, അമ്മയുടെ കയ്യിലില്ല, ഭർത്താവിൻ്റെ കയ്യിലില്ല, ബിയുലേ കർത്താവിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഉറപ്പാണോ? ഞാൻ വഴിതെറ്റി ഇവിടെ വന്നതാണെന്ന് ആരെങ്കിലും പറയുന്നോ? ഞാൻ അയർലൻഡിൽ വരേണ്ടവനല്ല ആലനെ, ഞാൻ വഴിതെറ്റി അറിയാതെ വന്ന് കയറിയതാണെന്നാണോ? പ്ലാൻ, പെർഫെക്റ്റ്ലി ഭയങ്കരമായ പദ്ധതിയുള്ള പ്ലാൻ. നമ്മളെയൊക്കെ ഒന്നിച്ചു കൂട്ടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭയങ്കര പദ്ധതിയാണ്. യോനയോട് ദൈവം പറഞ്ഞു, നീ എവിടെ പോയി പ്രസംഗിക്കണം? നിനവേ. പുള്ളി എയർപോർട്ടിൽ പോലും സീപോർട്ടിൽ ചെന്നു. അന്നത്തെ സീപോർട്ടിൽ ചെന്നപ്പം നിനവയ്ക്കുള്ള ബോട്ടില്ല. അവന് ഇഷ്ടമായി. പിന്നെ ഇപ്പം കിടക്കുന്ന ബോട്ട് എപ്പോഴാണെന്നറിയോ? ഇപ്പം കിടക്കുന്ന കപ്പൽ തർശീശിലേക്കുള്ള കപ്പലാണ്. അതിനെപ്പറ്റി പറയുന്നത് എന്നറിയോ? അതിനകത്ത് ടിക്കറ്റ് കിട്ടണമെങ്കിൽ 3 വർഷത്തിന് മുമ്പ് ബുക്ക് ചെയ്യണം. പക്ഷേ ബോട്ട് വിടുന്ന കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓടി ചെന്നപ്പോഴും അവനെന്ത് ചെയ്തു? ടിക്കറ്റ് കിട്ടി. അവനോർത്ത്, അയ്യോ, ദൈവത്തിൻ്റെ വലിയ പദ്ധതി. ഇതാണ് ദൈവ പദ്ധതി. അവസാന നിമിഷം എനിക്ക് എന്ത് ചെയ്തു? ടിക്കറ്റ് കിട്ടി, കയറി. ദൈവം പറഞ്ഞു, നിന്നെ എവിടെ വിടുന്ന? പക്ഷേ ഇവനകത്ത് കിടന്ന് മാനസാന്തരപ്പെട്ടു. എല്ലാവരും കൂടി എടുത്ത് പുറത്താക്കി. ബോട്ടിൻ്റെ റൂട്ട് തെറ്റി. ഇവനെ വെള്ളത്തിലോട്ടിട്ടു. ഒരു തിമിംഗലം വിഴുങ്ങി. പുള്ളിക്കാരനെ ദൈവം റീറൂട്ട് ചെയ്തു തിമിംഗലത്തെ. ഒടുവിൽ എവിടെ കൊണ്ടുപോയി ഛർദ്ദിച്ചെന്നറിയോ? ഇവനെ എങ്ങോട്ട് പോകാനാണ് ദൈവം പറഞ്ഞേ? ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ കയ്യിലൊരു ബ്ലൂ പ്രിൻ്റ് ഇരിക്കെ, നീ നിനവേ ചെന്ന് പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിലൊരു പദ്ധതി ഇരിക്കെ, നിനക്ക് തർശീശി കയറാൻ പറ്റത്തില്ല. നിനക്ക് ആ കാര്യത്തിനകത്ത് കയറി വെക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇതുവരെയും ദൂരത്തുനിന്ന് കേട്ട ചിലത്, ഇതുവരെയും നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാതെ മാറിയുന്ന ചിലയിടത്തേക്ക് നിനക്കൊരു റോയൽ എൻട്രി ദൈവം തരുന്നു. നിൻ്റെ മിനിസ്ട്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ കമാൺ പ്രൊഫസർ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് പ്രവചിക്കുന്നു. ഇതുവരെയും കാണാത്ത സ്വപ്നങ്ങൾ നിൻ്റെ കണ്ണിന് മുമ്പിൽ കാണട്ടെ. ഇതുവരെയും കാണാത്ത വെളിപ്പാടുകൾ നീ കാണട്ടെ. ഇതുവരെയും ബൈബിൾ വായിച്ച് പേരിന് വായിച്ച് അവസാനിപ്പിക്കുന്നെങ്കിൽ നിന്റെ ബൈബിൾ വായനയ്ക്കകത്ത് വലിയ വെളിപ്പാടുകൾ വരട്ടെ, വലിയ വെളിപ്പാടുകൾ വരട്ടെ. അടഞ്ഞു കിടക്കുന്ന, എൻട്രി ഇല്ലാതെ കിടക്കുന്ന ചില കാര്യങ്ങളുടെ അകത്തേക്ക് ഒരു ആഗമനം. ഞങ്ങൾ പരസ്പരം പ്രവചിക്കുന്നു. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഇതുവരെയും ഇല്ലാത്തവർ അത് പ്രാപിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിൽ സ്വപ്നങ്ങൾ കാണട്ടെ, ഈ ആഴ്ചയിൽ ദർശനങ്ങൾ കാണട്ടെ. കാളയും ആടും മാത്രം കേറിപ്പോയിക്കൊണ്ടിരുന്ന യെരൂശലേമിലേക്ക് ഇപ്പം കഴുത പ്രവേശിക്കുന്നു. സ്വപ്നത്തിൽ മാത്രം കണ്ട ചിലത് സ്വപ്നത്തിൽ മാത്രം കണ്ട ചിലത് റീറൂട്ട് ചെയ്ത് ദൈവം കയറ്റും. ഇന്ന് പല കരങ്ങളൊന്നും ഉയർത്തി. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് വന്നേ. മുൻ നിയമനം ചേർന്ന് പറഞ്ഞേ. എന്താ മുൻ നിയമനം? എൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്നാ? മുൻ നിയമനം. മുൻ നിയമനം, മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനി. മുൻ നിയമനം എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ ആദത്തെ ഹവ്വായും കുറ്റം പറഞ്ഞു. ഹവ്വായെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു. ആദം പോലും ഹവ്വായെ കുറ്റം പറഞ്ഞു. പക്ഷേ ഹവ്വ ആ പഴം കഴിക്കുന്നതിന് മുമ്പേ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് സൊല്യൂഷൻ ദൈവം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതാണ് മുൻ നിയമനം. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പ്രതിസന്ധിക്കകത്ത് കയറുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജോമോന പ്രതിസന്ധിക്കകത്ത് കയറിയാൽ അതിനകത്ത് സൊല്യൂഷൻ എൻ്റെ ദൈവം കണ്ടെത്തി വെച്ചിട്ടുണ്ട്.
വാവ്, സഭ എങ്ങനെയാ അതിനെ പിടിക്കുന്നേ? ഹല്ലേലൂയ. നീ പ്രശ്നം അനുഭവിക്കുമെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല, പക്ഷേ നീ അനുഭവിക്കാൻ പോകുന്ന ആ പ്രശ്നത്തിനകത്ത് നിനക്കുള്ള റിസൾട്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നു. ബെറിനെ ഞാൻ ആത്മാവിൽ അത് ഞാനൊരു ദൂതായിട്ട് പറയുന്നു. നിനക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തി വെച്ചിട്ട് ആ പ്രശ്നത്തിനകത്തേക്ക് ദൈവം നിന്നെ വിടത്തുള്ളൂ. ഒന്നും കൂടെ പറഞ്ഞാൽ, യോനായെ, നീ കപ്പലിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആമേൻ എൻ്റെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ആമേൻ ആമേൻ സ്വന്തം തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഫോളോ ഷിപ്പിനെ നീ ഫോളോ ചെയ്തോണം. എൻ്റെ ഗസ്റ്റ് ഇപ്പം വരും, നിനക്ക് ഞാൻ ഒരു ഗസ്റ്റിനെ തരാം യേശുവിൻ്റെ നാമത്തിൽ. ഇതിനെ പിടിച്ചിട്ടില്ല നിങ്ങൾ. ഇതുവരെയും മുന്നീപിനത്തിനകത്ത് നിങ്ങൾ കയറിയിട്ടില്ല. ഇതിൻ്റെ തിയറി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞതാ സിസ്റ്ററെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നത്തിന് മുമ്പ്, സിസ്റ്റർ ജനിക്കുന്നതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷൻ ദൈവം കണ്ടെത്തിയിരുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ആരെന്നെ ഇത് ഈ ഓൺലൈനിൽ നിങ്ങൾ എവിടെ കേട്ടാലും, നാളെ യൂട്യൂബിനകത്ത് എവിടെ കേട്ടാലും ചിലപ്പം വിമർശിക്കാൻ സാധ്യതയുണ്ട്. ഹവ്വ ജനിക്കുന്നതിന് മുമ്പേ, ആദം ജനിക്കുന്നതിന് മുമ്പേ, പാമ്പ് ഉണ്ടാകുന്നതിന് മുമ്പേ ആ ഏദൻ തോട്ടത്തിനകത്തുണ്ടാകുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കാൽവറിയിൽ സെറ്റ് ചെയ്തിട്ടാ വന്നേ. അങ്ങനെയാണ് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് ഫെയ്ത്തിനകത്ത് കയറുന്നുണ്ട് പറഞ്ഞേ, എനിക്കുള്ള സൊല്യൂഷൻ പ്ലാൻഡ് ആണ്. പ്രാർത്ഥിച്ചോ. ഇതാ മുൻ നിയമനം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സസ്പെൻസ് കൊടുക്കുക. തമ്പുരാൻ ചെയ്തു വെച്ചിരിക്കുക. അത് സമയമാകുമ്പോൾ അത് പുറത്ത് വരും. സമയമാകുമ്പോൾ അത് പുറത്ത് വരും. സമയമാകുമ്പോൾ അത് പുറത്ത് വരും. സമയമാകുമ്പോൾ അത് പുറത്ത് വരും. സമയമാകുമ്പോൾ ഒരു വശത്തോടെ അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കുമായി മോറിയ മലയിലേക്ക് കയറുമ്പോൾ ബൈബിളിനകത്ത് അങ്ങനെ ഒരു വേർഡില്ല. പക്ഷേ ദൈവദാസന്മാർ പറയുന്നത് ഒരു വശത്തൂടെ കയറുമ്പോൾ മറുവശത്തൂടെ ഒരു ആട്ടുംകുട്ടും കയറി വരിക. പോട്ടെ, അത് ബൈബിളിലില്ല, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. നീ പ്രശ്നത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഓൾറെഡി നോക്കിക്കേ. കൊമ്പിനെ കുരുക്കി അവിടെ ഇട്ടിരിക്കുക. എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നു കർത്താവ് നിൻ്റെ സൊല്യൂഷനെ കുരുക്കിയിട്ടിട്ടുണ്ട്. കർത്താവ് നിൻ്റെ സൊല്യൂഷനെ കുരുക്കിയിട്ടിട്ടുണ്ട്. അബ്രഹാമേ എന്നുള്ള വിളി, എങ്ങനെയോ വിളി ഒരു സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ, അബ്രഹാം വാളിങ്ങനെ എടുത്തിരിക്കുക. ഈ വാളിനും ഇത് ഇസഹാക്കാന്ന് വെച്ചേ, ഈ വാളിനും ഇസഹാക്കിനും തമ്മിൽ ഇടയിൽ എന്നാ സമയ വ്യത്യാസമുണ്ട്? സെക്കൻഡിൻ്റെയും അകത്ത്. പക്ഷെ ആ സെക്കൻഡിനകത്ത് ദൈവത്തിൻ്റെ മുൻ നിയമനം നിനക്ക് വേണ്ടി ദൈവം മുൻ നിയമിച്ചിട്ടുണ്ട്. നിന്റെ അസ്ഥി അന്വേഷിച്ച് പോകണ്ട, ദൈവം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ റോമാലേഖനം വായിക്കുക. എഴുതാൻ പറ്റുന്ന ഒരു ദിവസം ഒന്ന് എഴുതി നോക്കുക. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. എന്തിനു മുൻ നിയമിച്ചു? ഏകജാതൻ ആദ്യജാതനായി മാറാൻ, അനേക സഹോദരന്മാരെ ജനിപ്പിക്കാൻ. പറഞ്ഞേ, അനേക സഹോദരന്മാർ ജനിക്കപ്പെടട്ടെ. കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, അനേക സഹോദരിമാർ. നിങ്ങളുടെ അടുത്ത് കാലിയായി കിടക്കുന്ന ചേറിലെല്ലാം കൈവച്ചിട്ട് പറയും, ഇവിടെ അനേക സഹോദരങ്ങൾ ഇരിക്കട്ടെ, ഇവിടെ അനേക സഹോദരിമാർ ഇരിക്കട്ടെ.
പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാവരുതേ ആ മാർവിൽ നിന്നും, പിരിയാനാവരുതേ. ചിലതിനെ ദൈവം കുരുക്കിയിട്ടിട്ട് നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നു. ആ വേട് നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോ കേട്ടോ. കുരുക്കിയിടുമെന്ന് പറ, കുരുക്കിയിടും. 2026 ഇത് മാർച്ച് മാസത്തിലെ ലാസ്റ്റ് സൺഡേയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തിനകത്ത് ആ റിസൾട്ട് നീ കാണും. കുരുക്കിയിട്ട റിസൾട്ട് ജൂൺ തീരുന്നതിന് മുമ്പ് നീ അനുഭവിക്കട്ടെ. നിന്റെ കയ്യിൽ അത് വരട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് വരട്ടെ. ആരും കേറാത്തടത്തേക്ക് നീ കേറട്ടെ. ഇതുവരെയും കേറാത്ത റൂട്ടിലേക്ക് കഴുതയും കൊണ്ട് പോയതുപോലെ നിന്റെ ഹോശാന, നിന്റെ ഹോശാന. വേറെന്നോട് ഞാൻ പറയുന്നു, വരുന്ന 3 മാസത്തിനകത്ത് നിനക്ക് വേണ്ടി കുരുക്കിയിട്ടതിനെ ദൈവം റിലീസ് ചെയ്യും. നിനക്ക് വേണ്ടി കുരുക്കിയിട്ടതിനെ ദൈവം റിലീസ് ചെയ്യും. നിനക്ക് വേണ്ടി കുരുക്കിയിട്ടതിനെ നീ പ്രശ്നത്തിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ സൊല്യൂഷൻ എന്റെ ദൈവത്തിന്റെ കൈക്കകത്തുണ്ട് സഹോദര. ഈ ബന്ധം മാറാനാകരുതേ. അക്കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, മുൻ നിയമനം, മുൻ നിയമനം. അതിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച കയറും. മനസ്സിലായോ മുൻ നിയമനം എന്താന്ന്? അതിന് മനസ്സിലായോ വേർഡിന്റെ മീനിങ്? ബൈബിൾ പറഞ്ഞ വെളിപ്പാട് മനസ്സിലായോ? മുൻ നിയമനം ഇത്രയേ ഉള്ളൂ. പിതാവായ ദൈവം നമ്മൾ പോലും അറിയാതെ നമ്മുടെ സകല കാര്യത്തിനുമുള്ള ഉത്തരത്തെ, സൊല്യൂഷനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഇതുവരെ ആ പ്രശ്നത്തിനകത്ത് ചെന്നിട്ടില്ല. നമ്മൾ പ്രശ്നം കാണുമ്പോഴാണ് നിലവിളിക്കുന്നല്ലേ. പ്രശ്നം വരുമ്പോൾ അയ്യോ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, വെറും ജനിക്കുന്നതിന് മുമ്പേ ആ പ്രശ്നത്തെ ഡീൽ ചെയ്യാനുള്ള സൊല്യൂഷൻ നീ ജനിക്കുന്നതിന് മുമ്പേ സെറ്റ് ചെയ്തിരിക്കുന്നു. എഫെസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉലക സ്ഥാപനത്തിന് മുൻപേ, ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൊല്യൂഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഹാപ്പിയല്ലേ? ഞാൻ ഈ പിള്ളേരോട് പറയും, പപ്പ എനിക്കത് ഞാൻ പറഞ്ഞാൽ വീട്ടിലോട്ട് ചെല്ലട്ടെ. വീട്ടിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ വീട് വരെ അവരെ ഹാപ്പിയാണ്. തമ്പുരാൻ പറയുന്നു, നീ സന്തോഷിക്കടി, നീ സന്തോഷിക്കടാ. നിനക്ക് വേണ്ടിയുള്ളത് റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഒന്നിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു, ഒന്നിനെ പറ്റിയും. അതാരാ വാക്യം പറയാൻ പറ്റും? മൈക്കിലൂടെ വാക്യം പറയാൻ പറ്റും. ഒന്നിനെ പറ്റിയും, കമാൺ, ഒന്നിനെ പറ്റിയും എടുത്തു. ആ വാക്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞേ, ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. എല്ലാറ്റിനും സ്തോത്രത്തോടും അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ യാചിക്കുക. എത്ര വേണ്ടത്? നീ വിചാരം എന്ന് പറഞ്ഞ് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ് ആ സമ്പത്തിനെ പറ്റി, ആമേൻ, ദൈവസഭയുടെ കാര്യങ്ങളെ പറ്റി, ദൈവസഭ 10,000-ലേക്ക് കയറുന്നതിനെ പറ്റി, ആമേൻ, അടുത്ത ആനുവൽ കോൺഫറൻസിനെ പറ്റി, ഫിനാൻസിനെ പറ്റി, കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റി, ഒന്നിനെ പറ്റിയും ചേർന്ന് പറ, ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. കാരണം ദൈവം മുൻ നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞ പോലെ? നേരത്തെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ചുമ്മാ പരീക്ഷ നടത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് തന്നെ. ഇപ്പൊ ചുമ്മാ ചെറിയ പരീക്ഷ നടത്തുന്നേ ഉള്ളൂ. സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കണ്ണുകൾ അടച്ചേ പ്രാർത്ഥിക്കാം.
ഇവിടെയാണ് കഞ്ഞിയുടെ ആവശ്യകത. പിതാവ്, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. മുൻ നിയമനം അത് ഞങ്ങളുടെ മേൽ വീഴട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങ് പറഞ്ഞ വാക്കിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് നിന്നുകൊണ്ട്, ഉറച്ചു നിന്നുകൊണ്ട്, ഉറപ്പോടെ നിന്നുകൊണ്ട് സഭയുടെ മേൽ ഡിക്ലെയർ ചെയ്യുന്നു, ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തിനകത്ത് സഭയ്ക്ക് വേണ്ടി കുരുക്കിയിട്ടതിനെ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കുരുക്കിയിട്ടതിനെ അത് പുറത്തു വരട്ടെ, അത് പുറത്തു വരട്ടെ, അത് പുറത്തു വരട്ടെ. അത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കാം. അതിപ്പോൾ പുറത്തു വരട്ടെ, അതിപ്പോൾ പുറത്തു വരട്ടെ, അതിപ്പോൾ പുറത്തു വരട്ടെ. റിവൈവൽ പുറത്തു വരട്ടെ. 10,000 ചർച്ച ആൾക്കാർ പുറത്തു വരട്ടെ. ഇവിടെ വർഷിപ്പ് ലീഡേഴ്സ് പുറത്തു വരട്ടെ. അഭിഷേകമുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നവർ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ. മുൻ നിയമനം യേശുവിൻ നാമത്തിൽ അതങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ.